ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബഹ്റൈൻ ഡയറീസ്. ഞാനിപ്പോൾ ഇത് ഉദയ ഫാർമേഴ്സ് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനു ഈ വഴുതനങ്ങ എടുത്ത് പിടിച്ചിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വഴുതനങ്ങയുടെ ഒരു വലിപ്പം കണ്ടോ നിങ്ങളൊരു തേങ്ങയുടെ അത്ര വലിപ്പം ഉണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ഫാർമേഴ്സ് മാർക്കറ്റാണ് കേട്ടോ. ഈ മത്തങ്ങയുടെ ഒരു വലിപ്പം കണ്ടോ സുഹൃത്തുക്കളെ, എന്തൊരു വലുതാണെന്നറിയോ. ഇത് ഭയങ്കര വലുത് കേട്ടോ. ഇത് ബഹ്റൈനിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന എന്താ പറയാ, കീടനാശിനികളൊന്നും അടിക്കാത്ത വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇവിടെ വിൽക്കാൻ കിട്ടുന്നത്. വെയിറ്റ് ചെയ്തൊരു പൊന്തിച്ച് നോക്കാണ് കേട്ടോ. വെയിറ്റ് ഉണ്ടാ ഒരു 10 കിലോ ഉണ്ടാവൂലേ. ഇതേ ഇപ്പൊ അവിടെ ഒരാള് ഈന്തപ്പഴം വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്രീ ആയിട്ട് കഴിക്കാൻ അവർക്ക് കൊടുത്താണ്. അപ്പൊ അവർ ഫ്രീ ആയിട്ട് കിട്ടിയതായ കാരണം അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. Hi. Hi, welcome. Say hi. Hi. You are from where? Saudi Arabia. Wow, nice to meet you. You're welcome. Wow. ഹായ് ഡിയേഴ്സ്, നിങ്ങളെ അറബികളുടെ ഉത്സവപ്പറമ്പ് കണ്ടിട്ടുണ്ടോ? ഈ ബഹ്റൈനിലുള്ള ഒരു ഉത്സവപ്പറമ്പാണ് കേട്ടോ. ഇവരും നമ്മളെപ്പോലെ ഉത്സവമൊക്കെ നടത്തും. ദേ കണ്ടില്ലേ, എന്താ തിരക്കെന്ന് അറിയാമോ? ദേ ആ കാണുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ, അതൊരു ആൽമരാണ് കേട്ടോ. അതിൻ്റെ താഴെയാണ് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി. നോക്കിക്കേ സുഹൃത്തുക്കളെ, നല്ല ഭംഗിയുള്ള ക്യാരറ്റ് കേട്ടോ. എന്ത് രസമാണല്ലേ, നല്ല രസമുണ്ട്. അപ്പം ഇവിടെ ഒത്തിരി വെജിറ്റബിൾസ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രഷ് വെജിറ്റബിൾസ് മേടിക്കാം കേട്ടോ. കണ്ടോ സുഹൃത്തുക്കളെ, ചോക്ലേറ്റ് കിടന്ന് കറങ്ങണ കണ്ടോ. ഈ സ്ട്രോബെറിക്ക് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇത് ഓറഞ്ചിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇതാ കണ്ടോ, ഓറഞ്ചിൻ്റെ ഒരു മിക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ മിക്സ് എടുത്തിട്ട് ഈ ചൂടുള്ള തിളച്ച എണ്ണയിലേക്ക് എടുത്തിടും. അപ്പം ഇങ്ങനെ ഓറഞ്ച് ബോൾസ് നമുക്ക് ഇവിടെയൊക്കെ കണ്ടോ. ഇതെന്താ സംഭവം? ഇത് സവാളയാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാ കണ്ടോ, ഫ്രഷ് ബീട്രൂട്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. പിന്നെ ഇവിടെ ഫ്രഷ് ബീൻസ് ഉണ്ട്, ഫ്രഷ് തക്കാളി ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക ഇലക്കറികളും ഉണ്ട് കേട്ടോ. ഇലക്കറികളുണ്ട്. പിന്നെ ഇതാ കണ്ടോ റാഡിഷ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല തിരക്കാട്ടോ ഇവിടെ. എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കാണ്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ദീപ്തി ചേച്ചിയും സ്മിത ചേച്ചിയും ചെടി മേടിക്കാൻ പോവാട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി ചെടി? എന്താ ചെടിയത്? എന്ത് ഭംഗിയല്ല അതിന്റെ ഇല കാണാനായിട്ട്. ഭയങ്കര തിരക്കാണ് സുഹൃത്തുക്കളെ. ഇത് ദീപ്തി ചേച്ചിയും സ്മിത ചേച്ചിയും ഭയങ്കര റീൽസ് എടുക്കലാണ് കേട്ടോ. സ്മിത ചേച്ചി അവിടെ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. മരമൊക്കെ ഇപ്പൊ പിടിച്ച് താഴെ ഇടും കേട്ടോ. മരത്തിന്റെ ചില്ലകളൊക്കെ ഇപ്പൊ പറിച്ച് താഴെ ഇടും. അപ്പൊ നമുക്ക് സ്മിത ചേച്ചിയുടെ റീൽസ് കാണാം. സൂപ്പർ സൂപ്പർ. ടിക്ടോക്ക് താരം സ്മിത ചേച്ചി മരം ചുറ്റി പ്രേമം നടത്തുന്നുണ്ട് അവിടെ. ദീപ്തി ചേച്ചി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കൊള്ള ചേച്ചി, അടിപൊളി. നോക്കിയ സുഹൃത്തുക്കളെ, ഇരിക്കാനുള്ള ചെറിയ കിളിക്കൂട് പോലെയുള്ള സംഭവങ്ങൾ കേട്ടോ. ഇതിലിരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. രസമായിട്ടുണ്ടല്ലേ. ഇവിടെ ഇരിക്കുക ചേച്ചി നമുക്ക്. നൈസ് വൈബില്ലേ ചേച്ചി ഇവിടെ ഇരിക്കാൻ? ഇതേ നോക്കിക്കേ, അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വെള്ളം, ചെറിയൊരു കുളമുണ്ട് ഇവിടെ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ. വുഡ് ക്രാഫ്റ്റ് കാണാം കേട്ടോ. ഈ ടേബിൾ നോക്കിയാൽ എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെ അതുപോലെ ഇതേ കണ്ടോ, കുഞ്ഞു വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതാ ഈ ഫ്ലവർ വേസ് നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കൊട്ടകളൊക്കെ ഇരിക്കണുണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. രസമായിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്.
ബഹ്റൈനിലുണ്ട് കേട്ടോ കൈത്തറി മെഷീൻ. അപ്പോൾ ഈ മെഷീനിൽ നെയ്തിട്ടുള്ള തുണികളൊക്കെയാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. രസമായിട്ടുണ്ടല്ലേ, കണ്ടോ ഈ തുണികളൊക്കെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ചെറിയൊരു നഴ്സറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദേ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കുറച്ച് സെക്ഷൻ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കൾ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ കണ്ടോ ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി വിൻ്റർ ആകുമ്പോൾ ഉണ്ടല്ലോ ഇവർ ധാരാളം ചെടികളൊക്കെ നട്ട് വളർത്തും കേട്ടോ. ഇവർക്ക് ഭയങ്കര ചെടി പ്രേമമൊക്കെയാണ്. ഇതേ ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ നമ്മുടെ ജമന്തി പൂക്കൾ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. Ooh. Now there's two ways to pop a bubble. You can pop them like you did, or you can also just It didn't quite work out. That's alright. ഹലോ സുഹൃത്തുക്കളെ, അറബികളുടെ ഒരു ഉത്സവപ്പറമ്പാണ് കേട്ടോ. തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിന്ന് വീക്കെൻഡ് ആയിട്ട് ഒരു ലേഡീസ് ട്രിപ്പ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദീപ്തി ചേച്ചി ഉണ്ട്, സ്മിത ചേച്ചി ഉണ്ട്, സ്മിത ചേച്ചിയുടെ മോളുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീക്കെൻഡ് ലേഡീസ് ട്രിപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.